ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങളെല്ലാവരും ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മോൻ്റെ, അതായത് ഇച്ചു മോൻ്റെയും ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെയും ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ രണ്ടുപേരുടെയും ഒരേ ഡേറ്റിലാണ്. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തു എല്ലാവരും ഒരുമിച്ച് ബോട്ടിങ്ങിൽ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ആഘോഷിക്കാം എന്ന് വിചാരിച്ചു. അവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. ഫസ്റ്റ് ബർത്ത്ഡേ ദുബായിൽ വെച്ചായിരുന്നു. അപ്പം സെക്കൻഡ് ബർത്ത്ഡേ ഇവിടെ വെച്ച് ആഘോഷിക്കാം എന്നുള്ളൊരു ചെറിയൊരു പ്ലാനിങ്ങും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഈ വീഡിയോ എടുക്കുന്നത് ജൂലൈ 17-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഹാപ്പിയുള്ളൊരു ദിവസമാണ്. അപ്പം 2 കാറിലാണ് പോകുന്നത്. അപ്പം ഈ കാറിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഇത് രണ്ടാമത്തെ ചേച്ചി, എൻ്റെ സിസ്റ്റർ, എൻ്റെ ഹസ്ബൻഡും മോനും. അപ്പുവിനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അപ്പുവാണ്. വീഡിയോയിലൊക്കെ ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോയിലൊക്കെ അവരുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണ്. അപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അവർ മെയിനായിട്ട് ഖത്തറിൽ നിന്ന് വന്നതാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഒരാഘോഷം ഒരേ ദിവസമാകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പം ഞങ്ങളങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരുവല്ലയിൽ എത്തിയപ്പം ഒരു ഹോട്ടലിൽ നിന്ന് നല്ല അടിപൊളി ഫുഡാണ് രാവിലെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി, 10:30 ആ ഒരു ടൈമൊക്കെയായി ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക്. അപ്പം ഞങ്ങൾ ഓർത്തു അവിടെ നിന്ന് ഫുഡ് കഴിക്കാം, മോർണിംഗ് ഫുഡ് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറിയതിന് അതിന് ശേഷം വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. സത്യം പറഞ്ഞാൽ അവിടെ ചപ്പാത്തിയും പുട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ഓക്കെ, അത് കഴിക്കാം, എന്തെങ്കിലും രാവിലെ കഴിക്കണമല്ലോ. അപ്പം ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയുമായിരുന്നു, മുട്ട റോസ്റ്റായിരുന്നു അതും കഴിച്ചത്. പിന്നെ സൈഡിൽ ചേട്ടായി കഴിച്ചത് പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 11 മണിക്കാണ് അവിടെ ചെല്ലണം എന്ന് പറഞ്ഞത്. ഇനി അവിടെ എത്തുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, കുറച്ചും കൂടെ പോകണം. ആലപ്പുഴയിൽ എത്താനായിട്ട് കുറച്ചും കൂടെ പോകണം. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആലപ്പുഴയിൽ നെടുമുടിയിൽ എത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പോകണം. കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ പുന്നമട ബോട്ട് ജെട്ടിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുമാത്രമല്ല ഓരോ ബോട്ടിൻ്റെ ഓരോ ഏരിയയാണ് അവർ പാർക്കിംഗ് ഏരിയ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് ഇവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിനി ബോട്ടിലോട്ട് പോകണം. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പം ഇതാണ് കുറേ ബോട്ടുകളുണ്ട്, അടുപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാം ഗൈസ്. അപ്പം നമുക്ക് ഈ ബോട്ടിലല്ല പോകുന്നത്, ഒരുപാട് ബോട്ട് അടുപ്പിച്ചിട്ടിരിക്കുവാണ്. നമുക്ക് ഉള്ളിലോട്ട് കയറി വേണം പോകാനായിട്ട്. നമ്മുടെ അങ്ങോട്ട് 4ാമതായിരുന്നു ഈ ബോട്ട് വരുന്നത്. ബോട്ടിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ചെമ്പട ഹൗസ് ബോട്ടാണ് ഇത്. ശരിക്കും അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളിയായിരുന്നു കേട്ടോ. എന്ന് ചോദിച്ചാൽ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു റൂമും കാര്യങ്ങളും ഒക്കെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ബോട്ട് യാത്രയെന്ന് പറയാനായിട്ട്. നമ്മൾ കയറിയപ്പോൾ തന്നെ അവരൊരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചിട്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഗൈസ്. അപ്പം നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ടൈം തന്നെ നമ്മൾ ഈ ബോട്ടിലുള്ള റൂമും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മളുടെ ഫുഡ് കഴിക്കുന്ന ഒരു മെയിൻ ഏരിയ ആണ് കേട്ടോ. നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഈ ഒരു സ്ഥലം നമുക്ക് കാണാൻ കഴിയും. അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഉള്ളിലോട്ട് പോകുമ്പോൾ 2 മുറി എങ്ങാണ്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. കിച്ചണും കാര്യമൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഒരു റൂമെന്ന് പറയാൻ്റെ. ബാത്റൂമൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല ക്ലീനാണ് കേട്ടോ. നല്ല ഒരു ബോട്ട് തന്നെയാണ്. അപ്പം ഇതാണ് ഫസ്റ്റ് റൂമെന്ന് പറയാനായിട്ട്. അടുത്ത റൂം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാനപ്പം അത് നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ അവിടെ ഒന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ടൊന്ന്
അപ്പോൾ ഈ ബോട്ടിങ്ങിന് വരാൻ മെയിനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട് നവീൻ ചേട്ടനാണ് ഇത് പ്ലാൻ ചെയ്ത് തന്നത് തന്നെ. ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചേട്ടനാണെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിലാണ് അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണ് നമുക്കിത് ചെയ്തു തന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനൊരു ബോട്ടിങ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. എല്ലാ കാര്യത്തിലും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. അപ്പം നമ്മൾ വേമ്പനാട്ട് കായലിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ടൈം ഒരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇതായിരുന്നു രണ്ടാമത്തെ റൂം വരുന്നത്. ഇനി എൻ്റെ ഫാമിലി പരിചയപ്പെടുത്തി തരാം. ഇതെൻ്റെ മൂത്ത ചേച്ചിയാണ്. ഇതിന് പറയുന്നതല്ലോ ചുമ്മാനാണിത്. രണ്ടാമത്തെ ചേച്ചിയാണ്. അല്ല ചേച്ചിയുടെ ഹസ്ബൻഡ്. പിന്നീട് കുറച്ച് പേര് ഇരിപ്പുണ്ട്. നമുക്ക് അവരെ പോയി പരിചയപ്പെടാം. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ പപ്പായും മമ്മിയും ഉണ്ട് കേട്ടോ. അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരെ കാണിക്കാത്തത് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ മേളിലോട്ട് കയറി വന്നിരിക്കുകയാണ്. ഇത് മിന്നുമോള്, അപ്പു. ഇതെൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണിത്. അപ്പം അവരുടെ ഈ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം മിച്ചുവിൻ്റെയും അച്ഛൻ്റെ ബർത്ത്ഡേ ഒരേ ദിവസമാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ ഖത്തറിൽ നിന്ന് സത്യം പറഞ്ഞാൽ വന്നതാണ് കേട്ടോ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട്. അപ്പോൾ എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പം ഭയങ്കര അതിൻ്റെ അപ്പുറം സന്തോഷമല്ലേ. അപ്പോൾ ഇന്ന് കേക്കൊക്കെ മുറിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇനിയും പോകാൻ പോകുന്ന ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കുറച്ച് നേരം അവർ ബോട്ട് അങ്ങനെ പിടിച്ചിടും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ വട്ടക്കായൽ തിരിഞ്ഞിട്ട് വട്ടക്കായൽ വഴി നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡാൻസും കാര്യമൊക്കെ ഉണ്ട്. ഡാൻസിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആ പാട്ടൊക്കെ ഒഴിവാക്കിയതാണ്. കളിക്കാൻ വലുതായിട്ട് അറിയാത്തത് കൊണ്ടും ഞാൻ അങ്ങനെ വലുതായിട്ട് കളിക്കാൻ പോയില്ല. പിന്നെ ഇച്ചുവും അപ്പവും മിന്നുമോളും പിന്നെ അച്ചാച്ചനും ഇടയ്ക്ക് ഞാനൊന്ന് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ചാച്ചനൊക്കെ ഇടയ്ക്കൊന്ന് ഡാൻസ് കളിച്ചു ഇച്ചു മോനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി. അവൻ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ബർത്ത്ഡേ ദുബായിലായതുകൊണ്ടും ഞങ്ങളൊന്നും പ്രത്യേകിച്ച് ഒരുമിച്ചൊന്നും കൂടാൻ പറ്റിയില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച്, ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് ഈ ഒരു സെലിബ്രേഷൻ നടത്തുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ 3 പേരും എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോയിട്ടില്ല ഗൈസ്. ഒരുപോലെ എല്ലാ സ്ഥലത്തും ഒന്നും പോയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ. മെയിനായിട്ട് ആയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം എവിടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കിച്ചണിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കിച്ചണിലോട്ട് പോകാം ഗൈസ്. ചേട്ടൻ ഇങ്ങനെ കരിമീനൊക്കെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരിമീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. മീമി എന്തോ ഇത് ചോദിച്ചുകൂട്ടാ മീമി കണ്ടോ. എത്ര നാളായി? 10 വർഷമായി. അതുകൊണ്ട് മലയാളം അറിയാം. राज कहाँ का है? नेपाल का। नेपाल का। इधर कितना साल हो गया? इधर अभी 2 साल हो गया। अच्छा अच्छा. ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് ചേട്ടൻ തയ്യാറാക്കിയതാണ് ബീട്രൂട്ട് പച്ചടി, തോരൻ, ക്യാബേജ് തോരൻ, മെഴുക്ക് പുരട്ടി. പിന്നെ അതിൻ്റെ കൂടെ സൈഡിലൊരു സലാഡുണ്ട് കേട്ടോ.
അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിക്കാനായിട്ട്. എല്ലാവരും ആ ഒരു ഏറിയിരുന്ന് കഴിച്ചപ്പോൾ ഞാൻ കുറച്ച് മാറിയിരുന്നാണ് കഴിച്ചത്. കാരണം ഇരിക്കാൻ സീറ്റില്ലാത്തതുകൊണ്ടാണ് ഗൈസ്, വേറൊന്നുമല്ല. അപ്പോൾ കുറച്ച് തോരനും ബീട്രൂട്ടും കിച്ചടിയും പയറാണെങ്കിൽ മിക്സായിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കരിമീനും ചിക്കൻ കറിയും പിന്നെ അതിൻ്റെ കൂടെ ശകലം സാമ്പാറും എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനൊരു ബോട്ടിൽ വന്നിട്ട് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ആണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പോകണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ആ ചേട്ടൻ്റെ പേര് വന്നിട്ട് നവീൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ആണ്. അപ്പോൾ ആ ചേട്ടൻ്റെ കെയർ ഓഫിലാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ എന്ത് കാര്യത്തിനായാലും, റൂമിൻ്റെ കാര്യത്തിൽ എന്ത് കാര്യത്തിലായാലും ആ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നല്ല ഫുഡായിരുന്നു, നല്ല കരിമീനൊക്കെ ഉണ്ട്, നിങ്ങളെ കാണിച്ചു തന്നു. നല്ല ഫുഡായിരുന്നു. കൈയൊക്കെ വെള്ളമോ, കൈ കഴുകിയിട്ട് വരും. അപ്പോൾ ഗൈസ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് 3 മണിക്ക് ബോട്ട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒരു വിശ്രമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മെയിനായിട്ട് കേക്കൊക്കെ മുറിക്കാനായിട്ട്. അപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് കേക്കൊക്കെ കൊണ്ടുവന്നു. ഇത് കേക്ക് സ്പോൺസർ ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നവീൻ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നത്. നവീൻ ചേട്ടൻ്റെ സ്പെഷ്യലായിട്ട് നവീൻ ചേട്ടൻ ഞങ്ങൾക്ക് കേക്ക് ഡെഡിക്കേറ്റ് ചെയ്താന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അപ്പം ഇച്ചുപോൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് നിങ്ങൾക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരികയാണ് കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഈ ഒരു ചാനൽ മുമ്പോട്ട് പോകുന്നത്. അപ്പം എൻ്റെ ഒരു സന്തോഷം നിങ്ങളെയും കൂടെ അറിയിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് നിർബന്ധം ഉണ്ടായിരുന്നു. അതാണ് ഒരു വ്ളോഗായിട്ട് തന്നെ ഞാനത് എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ പോയി കേക്കൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വിശ്രമത്തിലാണ്. പിന്നെയും അടുത്തതായിട്ട് ഇങ്ങനെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വട്ടക്കായലെത്തിയിരിക്കുകയാണ്. അടിപൊളിയാണ്. എല്ലാ ബോട്ടും കൂടി ഒരുമിച്ച് കാണുമ്പോൾ എന്താണ് മനസ്സിന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് സ്പീഡ് ബോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സ്പീഡ് ബോട്ടിൽ കയറുന്നുണ്ടോ. അപ്പോൾ ഞങ്ങളൊന്നും വേണ്ടെന്ന് പറയുന്നത്. ഒരാൾക്കെങ്ങാണ്ട് 300 രൂപ എങ്ങാണ്ട് ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പീഡ് ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആൾ ചോദിച്ചു കയറുന്നുണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ ഞാനത് കയറിയിട്ടില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം അനിയനൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടെ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് പേടിച്ചിട്ട് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കയറി. ഞാനും കയറിയില്ല, ഏട്ടനും കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് രണ്ടും കഴിപ്പിച്ച് എല്ലാവരും കൂടെ ഉന്തിത്തള്ളി വിട്ടതാണ് ഈ ഒരു ബോട്ടിൽ. സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ കയറുന്നതിന് മുമ്പ് തന്നെ ആ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതുക്കെ പോകാവോ, സ്പീഡിലൊന്നും വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ബോട്ടും കൂടെ വന്ന് ഈ ലാസ്റ്റ് ഈ ഒരു വട്ടക്കായലിൽ വന്ന് എല്ലാ ബോട്ടും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും
അതുമാത്രമല്ല കുറച്ച് നേരമൊക്കെ ഇവർ ഇവിടെ സ്പെൻഡ് ചെയ്യും. അതിന് ശേഷം മാത്രമേ തിരിച്ച് നമ്മൾ എത്തിയ സ്ഥലത്ത് തന്നെ ചെന്നെത്തുകയുള്ളൂ. നമ്മൾ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കയറിയത്. വൈകുന്നേരം 5 മണി വരെ ആകണം അതിൻ്റെ കറക്റ്റ് ടൈമെന്ന് പറയാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ബോട്ടിൽ കയറണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ചേട്ടൻ വന്ന് വീണ്ടും ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ആ ഒരു ബോട്ടിൽ കയറാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേര് കയറി. ഞാനും ചേച്ചിയും ഹസ്ബൻഡും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതിൽ 2 കൽപ്പിച്ച് അതിൽ കയറി. അടിപൊളിയായിരുന്നു ഗൈസ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആ ചേട്ടൻ ഒരുപാട് സ്പീഡിലും അല്ല, നോർമൽ രീതിയിലാണ് പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അതിൽ കയറി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈഫിൽ ഇതൊക്കെയാണ് ഒരു സന്തോഷമെന്ന് പറയാനായിട്ട്. എല്ലാവരും ബോട്ടിങ് യാത്ര വരുമ്പോൾ ശരിക്കും ഹൗസ് ബോട്ടിൽ കയറി അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയണം. അപ്പോൾ എന്താ പറയുന്നത് ഗൈസ്, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് ലൈക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് വന്ന സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ